ദൃശ്യം 3 കണ്ടിറങ്ങിയൊക്കെയാണ്. ദൃശ്യം 3 ആദ്യം തന്നെ ഈ സിനിമ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ജിത്തു ജോസഫ് ഈ സിനിമയ്ക്ക് ഇറങ്ങും മുമ്പ് പറഞ്ഞാണ്. ഡയറക്ടർ ഉദ്ദേശിച്ചത് ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. കാരണം ഈ ഇൻസിഡന്റ് നടന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഈ ഫാമിലിക്ക് ഇപ്പോഴെന്ത് സംഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇമോഷണൽ രംഗങ്ങളാണെങ്കിലും ഇതുപോലുള്ള ടെൻഷൻ ബിൽഡിങ് സിനിമ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെൻഷനിലേക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ട്. കാരണം അവർ അത്ര ഹാപ്പി ആയിട്ട് പോകുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള ടെൻഷൻ ബിൽഡ് ചെയ്യുന്നതിൽ സംവിധാനം തുടക്കത്തിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ദൃശ്യം സീരീസിൽ പൊതുവേ നമ്മൾ ട്രെയിലർ കാണുമ്പോഴെല്ലാം കാണുന്ന ഒരു നെഗറ്റീവാണ് ഇതൊരു കളർ ഗ്രേഡ് അല്ലെങ്കിൽ സീരിയൽ ലെവൽ അങ്ങനെ മേക്ക്. നമ്മൾ ഇഴകീറി പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് സിനിമയ്ക്കാണ് കുറ്റമില്ലാത്തത്. ഇപ്പം അവതാർ സിനിമയ്ക്ക് വരെ കുറ്റം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മേക്കിംഗ് എങ്ങനെയുള്ളതെന്നല്ല, ഈ കഥ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ ദൃശ്യം സീരീസിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതുണ്ട്. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട സംഭവം പെർഫോമൻസുകളുടെ സൈഡാണ്. അതിനകത്ത് മോഹൻലാൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ, ജോർജ് കുട്ടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേറെ തന്നെ ആ ഒരു നമ്മൾ പറയില്ല ജോർജ് കുട്ടി ആയിട്ട് മാറുന്ന ഒരു രീതിയാണ്. തൻ്റെ ഫാമിലിയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ള ആ ഒരു ടാഗ് ലൈനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ സിനിമയും സംസാരിക്കുന്നത്. അതിനോട് കംപ്ലീറ്റ് നീതി പുലർത്തിയിട്ടുണ്ട് ഈ കഥ. ഒരു ഇൻ്റർവെൽ പഞ്ച്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇൻ്റർവെൽ പഞ്ചുണ്ട്. അതുപോലെ അവസാനം 20 മിനിറ്റിലേക്ക് ശരിക്ക് സീറ്റ് എഡ്ജ് രീതിയിലേക്ക് സിനിമയുടെ കഥ പോകുന്നുണ്ട്. അത് ജിത്തു പറഞ്ഞ പോലെ വെറും ഒരു ഇമോഷണൽ അങ്ങനെ ഒരു കണക്ഷൻ അത് അവർ വിജയിച്ചിട്ടുണ്ടെങ്കിലും ദൃശ്യത്തിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നോ ആ ഒരു ആംഗിൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഈ സിനിമ കിട്ടുക. അമൃത പ്രതീക്ഷകളായിട്ട് നമ്മൾ 1ഉം 2 ആയിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം 1ഉം 2ഉം ആ കാലഘട്ടത്തിൽ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ അവർ സമാധാനത്തിൽ ജോർജ് കുട്ടിയും വളർന്നു കഴിഞ്ഞു. നമുക്കറിയാം സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം ഒരു തിയേറ്റർ ഓണർ ആയിരുന്നു. ഇതിനകത്തേക്ക് വരുമ്പോൾ അദ്ദേഹം അതിലും വളർന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവർ സമാധാനമായിട്ട് പോകുമ്പോൾ ഈ പഴയകാല ഓർമ്മകൾ, പഴയകാല ഇൻസിഡൻസ് വീണ്ടും പൊങ്ങി വരുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ കഥ. അപ്പോൾ അവർ അന്ന് നേരിട്ട പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ ഇന്ന് നേരിടുന്നത്. പക്ഷേ നമുക്കറിയാം, സിനിമകൾ കണ്ട്, പ്രത്യേകിച്ച് ത്രില്ലർ സിനിമകൾ കണ്ട ജോർജ് കുട്ടിക്ക് അറിയാം ഏത് രീതിയിൽ എങ്ങനെ വേണം ടാക്കിൾ ചെയ്യാന്നുള്ളത്. പക്ഷേ രണ്ടിൻ്റെയും കഥ രീതിയുമായിട്ട് ഈ കഥയ്ക്ക് വളരെയധികം വ്യത്യാസമുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇമോഷണൽ ആംഗിളാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ഈ ഒരു സംഭവം നടന്ന് അത് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ് വീണ്ടും ഇത് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറും, ആ ഒരു ആംഗിളിൽ കണ്ടുവരുമ്പോൾ കംപ്ലീറ്റ് നീതി പുലർത്തിയിട്ടുണ്ട് സിനിമ. ദൃശ്യം 1ഉം 2ഉം കണ്ടവർ മസ്റ്റായിട്ട് ഈ സിനിമ കാണുക. നിങ്ങൾ റിവ്യൂസ് നോക്കണ്ട, നിങ്ങളുടെ ഫീലിൽ ഈ സിനിമ വന്ന് കാണുക. മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് ദൃശ്യം 3.